ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപാളികളിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ പിടിച്ചെടുത്ത SIT. ദേവസ്വം ബോർഡിൽ നിന്നാണ് രേഖകൾ പിടിച്ചെടുത്തത്. രേഖകൾ ഹാജരാക്കാൻ നേരത്തെ ബോർഡ് തയ്യാറായിരുന്നില്ല. ജനം ബിഗ് ബ്രേക്കിംഗ്. വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അതിനിർണായകമായ കണ്ടെത്തൽ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നതിന് മറ്റു വിവരങ്ങൾ കൂടി. നേരത്തെ ഇത്തരം രേഖകൾ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം പല കുറി ദേവസ്വം ബോർഡ് അധികൃതരെ സമീപിച്ചിരുന്നെങ്കിലും കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനോ രേഖകൾ കൈമാറാനോ ഈ പറയുന്ന ദേവസ്വം ബോർഡോ അവരുടെ അധികൃതരോ തയ്യാറായിരുന്നില്ല. ദേവസ്വം ബോർഡിന്റെ രേഖകൾ വിട്ടു നൽകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ വരെ അറിയിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് റെയ്ഡ് നടത്തി പ്രത്യേക അന്വേഷണ സംഘം ഈ രേഖകൾ പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത രേഖകളിൽ 1998 ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതിന്റെ അടക്കം രേഖകളുണ്ട്. നേരത്തെ വിജിലൻസിന്റെ കണ്ടെത്തൽ ഇത്തരം രേഖകളുണ്ട് എന്നുള്ളത് വ്യക്തമായതാണ്. പക്ഷെ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നതിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്തരം ഒരു നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് അധികൃതർ പോയിരുന്നില്ല. ആ രേഖകളാണ് ഇന്ന് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. പ്രത്യേകിച്ച് ദ്വാരപാലക ശില്പങ്ങളിൽ എത്ര പവൻ സ്വർണം പൂശിയിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ടിളപ്പാളികളിൽ എത്ര പവൻ സ്വർണം അന്ന് പൂശിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിലയിരുത്തൽ നടത്താൻ അന്വേഷണ സംഘത്തിന് കഴിയും. ഈ രേഖകൾ പിടിച്ചെടുത്തുള്ള ഒരു നിർണായകമായ കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയതായി വിജിലൻസ് കണ്ടെത്തലുമുള്ള 4 കട്ടിളപ്പാളികളുമായി ഏതാണ്ട് 2064 ഗ്രാം സ്വർണം ഈ പറയുന്ന രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള റിപ്പോർട്ട്. പ്രജിത്ത്, ഇവിടെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിച്ചത്. മുരാരി ബാബു ആയി കഴിഞ്ഞാലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയായി കഴിഞ്ഞാലും ഈ സ്വർണ്ണ കവർച്ചയിലെ 1ഉം 2ഉം പ്രതികൾ, പിന്നീട് ചൂണ്ടുവിരൽ എത്തപ്പെടുന്ന മറ്റ് ഉന്നതർ, ഇവരൊക്കെയും അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം ആവർത്തിക്കുന്നു. അവിടെയാണ് SITയുടെ അതിനിർണായകമായ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് KP. കാരണം ഈ കണ്ടെത്തലിന്റെ ഒരു നിർണായകമായ സ്വഭാവം എന്ന് പറയുന്നത്, ഒന്ന്, എത്ര സ്വർണം കൃത്യമായി 98 പതിപ്പിച്ചു, 2064 ഗ്രാം സ്വർണം നഷ്ടമായി എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ, ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയിലുള്ള കണ്ടെത്തൽ. പക്ഷെ അതിലധികം സ്വർണ്ണമുണ്ട് എന്നുള്ളത് അന്ന് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ച ആ ആളുകളും അത് പിന്നീട് മേൽനോട്ടം വഹിക്കുന്നവരും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തിയവരുമൊക്കെ ഇതിൽ കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലേക്ക് അന്ന് വിജയ് മല്യ ഈ പറയുന്ന രീതിയിൽ എത്ര ഗ്രാം സംഘത്തിന്റെ കയ്യിലേക്ക് അന്ന് വിജയ് മല്യ ഈ പറയുന്ന രീതിയിൽ എത്ര ഗ്രാം സ്വർണം ഓരോ ശില്പങ്ങളിലും പതിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ എത്ര പതിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ ചുവരുകളിൽ എത്ര പതിപ്പിച്ചിട്ടുണ്ട്, വാതിലുകളിൽ എത്ര പതിപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായ കണക്ക് അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് വെറും 576 ഗ്രാം സ്വർണ്ണമാണ്. അപ്പോൾ ബാക്കി സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യത്തിനും അത് നിർണായകമായ ഒരു ചോദ്യമായിരുന്നു. ബാക്കി സ്വർണം എവിടെ പോയി, എത്രയാണ് സ്വർണം ഉണ്ടായിരുന്നത്? ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൃത്യമായ രീതിയിൽ വിജയ് മല്യ എത്രത്തോളം സ്വർണമാണ് അയ്യപ്പനെ സമർപ്പിച്ചത്, ആ രേഖകൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ തെളിവുകൾ ലഭിക്കുകയാണ്. SIT അന്വേഷണ സംഘത്തിന്, പ്രത്യേക അന്വേഷണത്തിന് കൃത്യമായി തെളിവുകൾ ലഭിക്കുന്നു. ഇനി ഈ തെളിവുകളുടെ അന്വേഷണത്തിൽ കൂടിയായിരിക്കും ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുക, അല്ലേ? KP, അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോഴും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നേരത്തെ വിജിലൻസിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്നത് 4 പാളികൾ എന്നുള്ളതാണ് കട്ടിളപ്പാളികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. എന്നാൽ പിന്നീട് ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ 4 പാളികൾ എന്നുള്ളത് 7 പാളികളായി മാറിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം വിജിലൻസിന്റെ അന്വേഷണത്തിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. പിന്നീട് ദ്വാരപാലക ശില്പങ്ങളും കൂടി കണക്ക് കൂട്ടുമ്പോൾ ഈ വിജിലൻസ് നൽകിയ റിപ്പോർട്ടിലുള്ളതിനേക്കാളും കൂടുതൽ സ്വർണം ഈ രീതിയിൽ ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തി എന്നൊരു കണ്ടെത്തലേക്ക് അന്വേഷണ സംഘം പോകാനുള്ള എല്ലാ സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്ന കട്ടിളപ്പാളികളുമായി ബന്ധപ്പെട്ട് 7 പാളികൾ എന്നുള്ളതാണ്. അപ്പോൾ ആ 7 പാളികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിലടക്കം അതിൽ എത്രത്തോളം സ്വർണം ഉണ്ടായിരുന്നു എന്നതിലടക്കമുള്ള പുതിയ കണ്ടെത്തലുകൾക്കുമുള്ള ഒരു സാധ്യത ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിജിലൻസ് പറഞ്ഞതിനപ്പുറത്തേക്കുള്ള വിജിലൻസ് പറഞ്ഞ 2064.19 ഗ്രാം സ്വർണം ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കട്ടിളപ്പാളികളിലും ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിലും ഉണ്ട് എന്നുള്ളത് വിജിലൻസിന്റെ കണ്ടെത്തൽ. പക്ഷേ പിന്നീട് കോടതിയിൽ SIT നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ 7 പാളികൾ എന്നുള്ളതാണ്. 7 പാളികളായി മാറുമ്പോൾ സ്വാഭാവികമായും അന്നുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ പാളികളിൽ ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി അന്വേഷണ സംഘം നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ വിലയിരുത്തുന്നത്.
ഇതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ വിജയ് മല്യ സ്വർണം സമർപ്പിച്ചതടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘം ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തത്. ഇതിൽ വളരെ നിർണായകമായ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ദേവസ്വം മന്ത്രി VN വാസവൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് രേഖകൾ നൽകുന്നതിൽ തങ്ങൾക്കൊരു പ്രതിസന്ധിയുമില്ല, ദേവസ്വം ബോർഡിന് ഒരു പ്രതിസന്ധിയുമില്ല എന്നുള്ളതൊക്കെ. പക്ഷേ അതിന് തൊട്ടടുത്ത ദിവസം റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം പോയി എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ ഈ അന്വേഷണത്തോട് കാര്യമായ സഹകരണം ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി വീണ്ടും തെളിയുകയാണ്. ഇത് രണ്ടാമത്തെ തവണയാണ് പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്ത് റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനു മുൻപും അന്വേഷണ സംഘം കോടതിയടക്കം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് രേഖകൾ കൈമാറുന്നതിന് ദേവസ്വം ബോർഡിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനിർണായകമായ നടപടിക്രമങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ്. പ്രത്യേകിച്ച് ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണത്തിൻ്റെ അളവ് സംബന്ധിച്ച എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും ഒരു ദൂരീകരണം വരുത്താനുള്ള, ഒരു ക്ലാരിറ്റി വരുത്താനുള്ള സാഹചര്യം കൂടിയാണ് അന്വേഷണ സംഘത്തിന് കൈവന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ അന്വേഷണം പുരോഗമിക്കുമ്പോഴും ഈ രേഖകൾ ഹാജരാക്കാൻ നേരത്തെ ദേവസ്വം ബോർഡ് തയ്യാറായിരുന്നില്ല. കാരണം ഈ രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ കള്ളി വെളിച്ചത്താകും. എത്രയാണ് സ്വർണം ഉള്ളത് എന്നതിൻ്റെ നിജസ്ഥിതി അറിയും, എവിടത്തേക്കാണ് പോയത്, ആരൊക്കെയാണ് വീതം വെച്ചെടുത്തത് എന്നതിൻ്റെ കണക്കുകൾ അറിയിക്കേണ്ടി വരും, പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബോധപൂർവമായ ഒരു ഇടപെടലാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ SIT പ്രത്യേക അന്വേഷണ സംഘം ഇത് പിടിച്ചെടുത്തു, രേഖകൾ തെളിവായി ശേഖരിച്ചു കഴിഞ്ഞു. ഇനിയുള്ള മുന്നോട്ടുള്ള നടപടിക്രമങ്ങളിൽ അതുകൊണ്ട് തന്നെ അതീവ നിർണായകവുമാണ് ഈ തെളിവുകൾ, അല്ലേ? കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലേക്ക് ശബരിമലയിൽ യഥാർത്ഥത്തിൽ എത്ര തന്നെയാണ് KP. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലേക്ക് ശബരിമലയിൽ യഥാർത്ഥത്തിൽ എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ രേഖകൾ അത് വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ മുൻപ് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്ന പാളികളുടെ എണ്ണം, പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടുള്ള പാളികളുടെ കാര്യത്തിൽ ഒരു നമ്മൾ ആദ്യഘട്ടത്തിൽ വിജിലൻസ് നടത്തിയിട്ടുള്ളൊരു ഒബ്സർവേഷനും വെച്ചിട്ട് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് വിജിലൻസ് ഒബ്സർവേഷൻ നടത്തിയത് 4 പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ ഈ പറയുന്നത് കട്ടിളപ്പാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളുടെ എണ്ണമല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ആ വിജിലൻസ് പറയുന്നതിൽ 4 പാളികൾ എന്ന് പറയുമ്പോൾ അത് പിന്നീട് SITയുടെ കണ്ടെത്തലിൽ 7 പാളികൾ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 3 പാളികളിലുള്ള അധികമായിട്ടുള്ള സ്വർണം വിജിലൻസിന്റെ കണ്ടെത്തൽ ഈ 4 പാളികളിൽ തന്നെ ഏതാണ്ട് 500 ഗ്രാമിൽ പുറത്ത് സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതിൽ 3 പാളികൾ കൂടി അധികമായി ചേരുമ്പോൾ ഏതാണ്ട് 1 കിലോയിലടുത്ത് സ്വർണം ദ്വാരപാലക കട്ടിളപ്പാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഉണ്ടാകാം എന്നുള്ള ഒരു സംശയത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് അത്തരത്തിലുള്ള ചില വൈരുദ്ധ്യങ്ങളിൽ ചില തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചില കണ്ടെത്തലുകൾ നടത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം എത്ര എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ നമുക്ക് ആധികാരികമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഒരു ഫൈനൽ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് വിജിലൻസ് പുറത്തിറക്കിയതാണ്. അതിൽ പറയുന്നത് ഏതാണ്ട് 2064 ഗ്രാം സ്വർണം എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വർണം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതുവരെ 570 ഗ്രാം സ്വർണം മാത്രമാണ് അന്വേഷണ സംഘത്തിന്, അല്ലെങ്കിൽ 600 ഗ്രാമിൽ താഴെ മാത്രം സ്വർണ്ണമാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള എന്നൊരു കാര്യം ഇരിപ്പുണ്ട്. അപ്പോൾ ബാക്കി വന്ന സ്വർണം എവിടെ എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിലൊരു 390 ഗ്രാം ദ്വാരപാലക ശില്പങ്ങളിൽ തന്നെ പതിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ പൂശിയിട്ടുണ്ട് എന്നുള്ളതിരിക്കുമ്പോഴും ബാക്കി സ്വർണം എവിടെ എന്നുള്ള ചോദ്യം അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ആ സ്വർണം കണ്ടെത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അന്വേഷണ സംഘത്തിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പുതിയ രേഖകൾ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ആ സ്വർണം എവിടെയെന്ന് കണ്ടെത്താനുള്ള ബാധ്യത കൂടി അന്വേഷണ സംഘത്തിന് വന്നു ചേരുകയാണ്. അങ്ങനെ കൂടുതൽ വിശദമായ അന്വേഷണങ്ങളിലേക്കും പരിശോധനയിലേക്കും അന്വേഷണ സംഘം കടക്കേണ്ടിയിരിക്കും. ശബരിമല സ്വർണ്ണ കവർച്ചയുടെ യഥാർത്ഥത്തിലുള്ള ഒരു അളവിലേക്ക് എത്ര സ്വർണം ഇവിടെ ഈ സ്വർണത്തിന്റെ ഒരു അളവ് കൃത്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി കഴിഞ്ഞാലും മുരാരി ബാബു ആയി കഴിഞ്ഞാലും തുടർന്ന് അന്വേഷണ പരിധിയിലുള്ള മറ്റുള്ളവരെ ആയിക്കഴിഞ്ഞാലും ഇതുവരെ നടത്തിയിരുന്നത്. ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ കൃത്യമായ തെളിവുകളുണ്ട്, ഇത്രയും സ്വർണമുണ്ട്, അതിൻ്റെ രേഖകൾ സഹിതം. ഇനി ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം കൃത്യമായിരിക്കണം. കാരണം രേഖകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. അത് മുരാരി ബാബു ആയി കഴിഞ്ഞാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി കഴിഞ്ഞാലും അതുകൊണ്ട് തന്നെ നിർണായകമായ ഉത്തരങ്ങളിലേക്കുള്ള ചോദ്യങ്ങൾ കൂടിയാവുകയാണ് ഈ തെളിവുകൾ, അല്ലേ?
അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോഴും ഈ കട്ടിളപ്പാളികളുടെ കാര്യത്തിൽ എത്ര സ്വർണം കവർന്നു എന്നുള്ള കാര്യത്തിൽ കട്ടിളപ്പാളികളുടെ കാര്യത്തിൽ ഒരു എക്സാക്ട് കണക്ക്, ഒരു കൃത്യമായ കണക്ക് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയും ഉണ്ടാകാം, ഇത്രത്തോളം ഉണ്ടാകാം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 98-ൽ സ്വർണം പതിച്ച പാളികൾ പിന്നീട് ചെമ്പ് പാളികളാക്കി മാറ്റിയ അത്ഭുത വിദ്യക്കാരൻ മുരാരി ബാബു അടക്കമുള്ളവർക്ക് ഇതിൽ കൃത്യമായ മറുപടികൾ പറയേണ്ടി വരും. അന്വേഷണ സംഘം ഈ കണക്കുകളടക്കം മുന്നിൽ വെച്ചാണ്, ഈ സ്വർണത്തിൻ്റെ അളവുകളടക്കം മുന്നിൽ വെച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളും നടപടികളും ഒക്കെ ഉണ്ടാകുക. അപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുന്ന ഏറ്റവും വലിയ പ്രഹേളിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ഗൗരവത്തോടെ അന്വേഷണത്തിൽ സംഘത്തിന് പരിശോധന നടത്തേണ്ടി വരുന്നത് ശബരിമലയിൽ നിന്നും യഥാർത്ഥത്തിൽ എത്ര സ്വർണം കളവ് പോയി എന്നുള്ള കാര്യമാണ്. അത് ഈ പ്രാഥമികമായി ഈ കണക്കെടുപ്പിലുള്ളതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ പറയപ്പെടുന്ന സ്വർണത്തിൻ്റെ അളവാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ശബരിമലയിലേക്ക് സ്പോൺസർഷിപ്പിൽ വന്ന സ്വർണം എത്ര, അത് എത്രത്തോളം ഈ പറയുന്ന പാളികളിൽ പതിപ്പിച്ചിട്ടുണ്ട്, ആ പതിപ്പിച്ച പാളികളിൽ നിന്ന് പിന്നീട് കാലാന്തരത്തിൽ ഈ സ്വർണം നഷ്ടമായി എന്ന് പറയാൻ കഴിയുമോ, അല്ലെങ്കിൽ അങ്ങനെ സ്വർണം പതിപ്പിച്ച സ്വർണം നഷ്ടമാകുമെന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ശാസ്ത്രീയപരമായിട്ടുള്ള ഉത്തരം അന്വേഷണ സംഘം കണ്ടെത്തേണ്ടി വരും. സ്വർണം നഷ്ടമായിട്ടില്ല എങ്കിൽ, സ്വർണം നഷ്ടമാകുന്ന സാഹചര്യമില്ല എങ്കിൽ ആ സ്വർണം എത്രയും എവിടെ പോയി എന്നുള്ളതിനുള്ള കാര്യങ്ങൾ, അതിന് തെളിവുകൾ, അതിനുള്ള യാഥാർത്ഥ്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അത് ഇത്തരമൊരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലേക്കാണ്, ഇനി കൂടുതൽ പരിശോധനയിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. അപ്പോഴും ചർച്ചയാകേണ്ടത് ഈ രേഖകൾ വിട്ടു നൽകാൻ ദേവസ്വം ബോർഡ് അധികൃതർ ഇതുവരെ തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ശബരിമലയിൽ ഈ സ്വർണ്ണക്കവർച്ചയിൽ അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ എത്രമാത്രം സ്വർണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. അത് ഏറ്റവും അടിസ്ഥാന രേഖയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ്. അത് ഇതുവരെ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒടുവിൽ അവിടെ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തി സ്വർണം കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം പോയി എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തോട് ദേവസ്വം ബോർഡ് സഹകരിക്കുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ള കൂടി പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. KP, അത്തരം ഒരു കാര്യം കൂടി നമ്മൾ ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിലാണ് വിജയമല്യ സ്വർണം പൊറിഞ്ഞതിന്റെ രേഖകൾ SIT സംഘം പിടിച്ചെടുത്തത്. ദേവസ്വം ബോർഡിൽ നിന്നാണ് ഈ രേഖകൾ പിടിച്ചെടുത്തത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. രേഖകൾ ഹാജരാക്കാൻ നേരത്തെ ബോർഡ് തയ്യാറായിരുന്നില്ല. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹൻ നൽകിയത്.